അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ സുഫിയാൻ്റെയും കച്ചവട സംഘത്തിൻ്റെയും വിവരമറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഹൗറാ എന്ന സ്ഥലത്തെത്തി. മദീനയുടെ അതിർത്തിയുടെ അപ്പുറത്തുള്ള വടക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഹൗറാ. ചെറിയ ഒരു താവളമാണ്. ആ താവളത്തിൽ എത്തിയതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദൂതന്മാർ രണ്ടുപേരും അവിടെ വെച്ച് സൂചനകൾ വെച്ച് മനസ്സിലാക്കി, കച്ചവട സംഘം വരുന്നുണ്ട്. കരുതിയ പോലെ തന്നെ അബൂ സുഫിയാനും തൻ്റെ കച്ചവട സംഘവും വരുന്നുണ്ട്. വലിയ കച്ചവട സംഘമാണ്. അതായത് ആ കാലഘട്ടത്തിൽ പൊതുവെ ഉണ്ടാകാറുള്ള കച്ചവട സംഘങ്ങളത്തേക്കാൾ ആളിലും അർത്ഥത്തിലുമെല്ലാം ഒരുപാട് വലുപ്പമുള്ള ഒന്നായിരുന്നു അബൂ സുഫിയാൻ്റെ ആ പ്രാവശ്യത്തെ കച്ചവട സംഘം. അതായത് ഏകദേശം 1000 ഒട്ടകങ്ങൾ ആ സംഘത്തിലുണ്ടായിരുന്നു. ആ ഒട്ടകങ്ങളുടെ പുറത്തെല്ലാം മക്കയിൽ വിൽക്കാനുള്ള, മക്കയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സാധന സാമഗ്രികളാണ്. ഏകദേശം കണ്ടാൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ 50,000 ദീനാർ എന്നാൽ സ്വർണ്ണ നാണയമാണ്. 50,000 ദീനാർ വില വരുന്ന സാധന സാമഗ്രികൾ ആ കച്ചവട സംഘത്തിൽ ഉണ്ട്. അതോടൊപ്പം വേറെ വളരെ അനുകൂലമായ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചത്, ഏതാണ്ടൊരു 40 ആൾക്കാർ മാത്രമാണ് ആ കച്ചവട സംഘത്തിൽ ഉള്ളത്. അപ്പോൾ കാവൽക്കാരൊക്കെ വളരെ കുറവാണ്. ഹൗറായിൽ വെച്ച് ഈ നീക്കങ്ങളും ഈ വിവരങ്ങളും ലഭിച്ചതോടുകൂടെ രണ്ടുപേരും വളരെ പെട്ടെന്ന് മദീനയിലേക്ക് തിരിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തി വിവരങ്ങൾ പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് തെളിഞ്ഞു. നബി കരുതി ഇത് ഏറ്റവും നല്ല ഒരു സന്ദേശം കൊടുക്കാനുള്ള സമയമാണ്. കച്ചവട സംഘം വലിയ കച്ചവട സംഘമാണ്, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള കച്ചവട സംഘം. അതോടൊപ്പം തങ്ങൾക്കും അവകാശപ്പെട്ട ഒരു കച്ചവട സംഘം ആയതുകൊണ്ട് അവർക്ക്, മക്കയിലെ ജനങ്ങൾക്ക്, ഞങ്ങൾ പണ്ടത്തേതുപോലെയല്ല, ഞങ്ങളൊരു സമൂഹമായി ഒരു ശക്തിയായി വളർന്നിരിക്കുന്നു എന്ന സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ, കാരണം ഒരു കച്ചവട സംഘം എന്ന് പറയുന്നത് അവരുടെ ഒരു വർഷത്തെ ഒരു ജീവിത മാർഗമാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വർഷത്തെ ഒരു ജീവിത മാർഗമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും അപകടം പറ്റിയാൽ അത് മക്കയെ നന്നായി ബാധിക്കും. അതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ സഹാബി വര്യന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഹാദാ ഐറു ഖുറൈശികളുടെ കച്ചവട സംഘം ഇതാ മടങ്ങി വരുന്നുണ്ട്. അതിൽ അവരുടെ സമ്പത്തുണ്ട്, അതിൽ നിങ്ങളുടെ സമ്പത്തുമുണ്ട്. ഫലഅല്ലല്ലാഹ യൻഫലിക്കുമുഹ, നിങ്ങൾക്ക് ഒരു പക്ഷേ അതിനെ അള്ളാഹു അധീനപ്പെടുത്തി തന്നേക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കച്ചവട സംഘത്തെ കാണാൻ വേണ്ടി പുറപ്പെടാൻ ഉദ്ദേശിക്കുകയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയും പ്രഖ്യാപനവുമായിരുന്നു അത്. പക്ഷേ അതേസമയം ഇന്നയാൾ വേഗം ഒരുങ്ങുക, വേഗം ഇറങ്ങുക, വരണം, അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും നിർബന്ധിച്ചില്ല. ഇത്ര ആളുണ്ടായിരിക്കണമെന്നോ വലിയൊരു ശക്തിയായി തീരണമെന്നോ ഒന്നും നബി ഉദ്ദേശിക്കുന്നില്ല. ഈ ഭാഗം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും വഴി കവർച്ച നടത്താൻ, ബലപ്രയോഗം വഴി അബൂ സുഫിയാൻ്റെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള അക്രമത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ചരിത്രത്തെ വികലമായി വായിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴത്തെ കാലത്ത് പുതുതായിട്ടുമുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ള കാര്യം അതാണ്. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ കയ്യിൽ ഉറപ്പായും ഉണ്ടായിരുന്ന മുഹാജിറുകളെയും അൻസാരികളെയും മുഴുവൻ വിളിക്കാമായിരുന്നില്ലേ? നബിയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധശേഷി സംഭരിക്കാമായിരുന്നില്ലേ? അതൊന്നും നബിയുടെ ഉദ്ദേശമല്ല. അപ്പോൾ ഒരു റിസാലത്ത് നൽകുക, ഒരു സന്ദേശം നൽകുക എന്നത് മാത്രമായിരുന്നു നബിയുടെ ഉദ്ദേശം. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഇറക്കം, എവിടെയാണ് അവസാനിക്കുക, ഇതെന്തായി പരിണമിച്ചേക്കും, ഇതിൻ്റെ ഭാവി എന്തായിരിക്കും, അതറിയില്ലല്ലോ. അപ്പോൾ ആയതുകൊണ്ട് അതിനുവേണ്ടി നേരത്തെ ഒരുക്കങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തേത്,
ഇതിന് സാമ്പത്തികമായ ലക്ഷ്യം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇത് വെറും അള്ളാഹുവിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇറക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അതുകൊണ്ട് വരുന്നവർ വരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും വന്നില്ല. വളരെ പ്രധാനികളായ പല ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും വന്നില്ല. ഏതായിരുന്നാലും പക്ഷേ വെറും സൂചനകൾ കണ്ടാൽ തന്നെ അത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഏത് സാഹചര്യത്തിലും ഇറങ്ങാൻ കഴിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 300-ലധികം ആൾക്കാർ യാതൊരു നിർബന്ധവും ഇല്ലാതിരുന്നിട്ടും നബിയോടൊപ്പം ഇറങ്ങാൻ തയ്യാറായി എന്നാണ്. ഇറങ്ങുന്നത് എത്ര ആൾക്കാരാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവിധ ചരിത്ര വായനകൾ കാണുന്നുണ്ട്. അധികവും പറയുന്നത് 313 പേർ എന്നാണ്. ചിലയിടങ്ങളൊക്കെ 314 പേർ എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് 317 പേർ എന്നും പറയുന്നുണ്ട്. 300 പേർ മാത്രം എന്ന് പറയുന്ന അഭിപ്രായവും തീർച്ചയായുമുണ്ട്. അതിൽ മുഹാജിറുകൾ 82 പേരോ അല്ലെങ്കിൽ 83 പേരോ അതുമല്ലെങ്കിൽ 86 പേരോ ആയിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. നമ്മുടെ എല്ലാ അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനൊന്നും ഒരു കണക്കില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കണക്കിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഓരോ ചരിത്രകാരനും ഓരോ ഇമാമാണ്. നല്ല നീയത്തോടുകൂടി ഇസ്ലാമിന് വേണ്ടി ചരിത്രം എഴുതിയവരാണവർ. അതുകൊണ്ട് അവർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് മാത്രം. ഔസ് ഗോത്രത്തിൽ നിന്ന് 61 പേരും ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് 170 പേരുമാണ് ഉണ്ടായിരുന്നത്. അവർ മദീനയിൽ നിന്നിറങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.